കൂളാകാനോ? 15 മിനിറ്റ് ഡെഡ് ലൈൻ വെച്ചതുകൊണ്ട് ജീവൻ കൈ പിടിച്ചോണ്ടാ ഞാൻ ഓടി വന്നത്. അത് നീ എന്നോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ടല്ലേ? അനുസരണയും വിധേയത്വവും ഒക്കെ കാട്ടി നിന്ന നീ എന്നും എന്റെ ഫ്രണ്ട് തന്നെയായിരിക്കും. നിന്റെ മനസ്സെനിക്കിപ്പോ വായിക്കാൻ കഴിയും. നീ എന്തിനാ എന്നോട് അനുസരണയും വിധേയത്വം ഒക്കെ കാണിക്കുന്നത് എന്നല്ലേ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞ അത് തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ ചൂണ്ടുവിരൽ തുമ്പിലാ നിന്റെ ഭാവിയും ജീവിതമൊക്കെ എന്ന് അറിഞ്ഞിട്ടും എന്നെ എതിർത്ത് പറയാനുള്ള നിന്റെ ചങ്കുറപ്പുണ്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അതിനുള്ള ധൈര്യം ഞാൻ അംഗീകരിച്ചു തന്നുന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ചൂണ്ടുവിരലെടുത്തൊന്ന് കറക്കിയാൽ തകരാവുന്നതേ ഉള്ളൂ നിന്റെ സ്വപ്നങ്ങളൊക്കെ. എന്നിട്ടും നീ എനിക്കൊപ്പം പിടിച്ചു നിൽക്കുന്നു. മനസ്സിൽ തോന്നിയതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നു. സത്യം പറഞ്ഞ ചിലപ്പോ നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് സഹതാപം തോന്നും. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ കാര്യങ്ങൾ ഓർത്തിരുന്നത്. ഇത് പറയാനാണോ എന്നോട് വരാൻ പറഞ്ഞത്? യെസ്, പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നേരിൽ തന്നെ പറയാനുള്ളതാ. ഇവളും കാർത്തികയായിട്ട് എന്ത് ബന്ധം? കാർത്തികേ, പറഞ്ഞില്ലേ നിന്നെക്കുറിച്ച് എനിക്ക് സഹതാപമാണെന്ന്. ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് എന്റെ ചൂണ്ടുവിരലിൽ ചലിക്കുന്നൊരു പാവയാ നീയെന്ന്. സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നിനും നിന്നെ ഞാൻ അനുവദിക്കില്ല. കൂട്ടിലടച്ചൊരു തത്ത. നിന്റെ പൊസിഷനിൽ ഞാൻ എന്നെ തന്നെ വെച്ചൊന്ന് ആലോചിച്ചു നോക്കി. എന്തൊരു കഷ്ടവാ കാര്യങ്ങളെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവരെന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് ഫ്രീ ആക്കാൻ തീരുമാനിച്ചു. നൗ യു ആർ എ ഫ്രീ ബേർഡ്. ഇന്നു മുതൽ എന്റെ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ ഒന്നും നീ അനുസരിക്കേണ്ടതില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ശരിക്കും ഞാൻ തന്നെയല്ലേ? ഞാൻ നിന്നെ ഫ്രീ ആക്കി വിട്ടാ തീരാവുന്നതല്ലേ ഉള്ളൂ നിന്റെ പ്രശ്നങ്ങളൊക്കെ. നീ പറയുന്നത് സത്യമാണോ? പൂച്ച എലിയെ ഇട്ടിങ്ങനെ തട്ടുന്നത് പോലെ നിന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിച്ചതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ഒരു വശത്ത് ജയശങ്കറും നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ കണ്ടുപിടിക്കുമെന്നുള്ള ടെൻഷൻ, വേറൊരു വശത്ത് ഹർഷൻ വരുന്നത് വരെ സത്യാമ്മയ്ക്കും കുടുംബത്തിനു മുന്നിൽ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുമോ എന്നുള്ള ഭയം. അതിനെല്ലാം അപ്പുറം കൂനിന്മേൽ കുരു പോലെ ഞാനങ്ങ് ഒഴിവായി തന്നേക്കാം. നിന്നെക്കുറിച്ച് കണ്ടതും കേട്ടതുമൊക്കെ മറന്നേക്കാം. ഇനി മുതൽ എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല. നിന്നെക്കുറിച്ച് ഞാൻ സമഗ്രമായി ഒന്നാലോചിച്ചുണ്ടാക്കിയ എന്റെ ഒരു പദ്ധതിയായത്. ഇത് നടപ്പിലായാൽ എന്നെ കൊണ്ട് മാത്രമല്ല, ജയശങ്കറോ നിന്റെ അച്ഛനോ ആരും നിന്നെ ശല്യപ്പെടുത്തില്ല. ശേഷിച്ച കാലം ആരെയും പേടിക്കാതെ മനസമാധാനമായി ജീവിക്കാൻ നിനക്ക്. വിഷ്ണുവിന്റെ ഭാര്യയായി അഭിനയിക്കുകയല്ലേ ഇപ്പോ നീ? അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. വിഷ്ണുവിന്റെ ശരിക്കുള്ള ഭാര്യയായി ജീവിക്കുന്നേ. അവര് തമ്മിൽ എന്താ തർക്കം? കാർത്തികേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നീ ശരിക്കും വിഷ്ണുവിന്റെ ഭാര്യയായ നമ്മൾ രണ്ടുപേരും ഉദ്ദേശിച്ച കാര്യം നടക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശാലിനിയുടെ അവസാനമായിരിക്കും അത്. മറിച്ച് നിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാ നിനക്ക് പിന്നെ ആരെയും ഭയക്കണ്ട. സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ നീ. ജയശങ്കർ പോയിട്ട്
ഹർഷൻ പോലും പഴയ പ്രേമത്തിന്റെ കഥ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമായത്. സകല സൗഭാഗ്യങ്ങളും ഉണ്ട് സത്യാമ്മയുടെ വീട്ടിൽ. അവർക്കും നിന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ വിഷ്ണു, അതുപോലെ ഒരാളെ നിനക്ക് കിട്ടുന്നതും നിന്റെ ഒരു ഭാഗ്യമാ. സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ശരി. നിനക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിൽ അത് വിട്ടേക്ക്. നിന്റെ നന്മയെ കരുതി പറഞ്ഞതേ ഉള്ളൂ. ഹർഷനെ ഉപേക്ഷിച്ചുള്ള ഒരു നന്മ എനിക്ക് വേണ്ട. അവന് വേണ്ടിയാ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ ഞാൻ സഹിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ നിന്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പാടില്ലായിരുന്നു. യഥാർത്ഥ പ്രണയമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കതിന്റെ വില അറിയാത്തത്. ഐ എം സോറി മോളെ, റിയലി സോറി. നോക്ക്, ഇതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാം. എനിക്കങ്ങനെ നല്ലൊരു മനസ്സുണ്ടാകുമോന്നായിരിക്കും നിന്റെ സംശയം. നിന്റെ സംശയം ശരി തന്നെയാ. ഇതിലെനിക്കും മെച്ചമുണ്ടെന്ന് തന്നെ കൂട്ടിക്കും. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശാലിനിയുടെ ജീവിതം തകർക്കാൻ നീ എനിക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞത് നീ വ്യക്തമായി കേട്ടല്ലോ. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമല്ലെങ്കിലും നമ്മുടെ പഴയ ഡീൽ തുടരും. അതാണ് എനിക്കുള്ള മെച്ചം. ഇപ്പൊ ഞാൻ കമാൻഡ് ചെയ്യുന്നു, നീ അതനുസരിക്കുന്നു. അതിലൊന്നും ഒരു മാറ്റവും. പക്ഷേ അതിന് പ്രത്യുപകാരമായി ഞാൻ നിനക്കൊരു ബോണസ് കൂടി തരും. ഹർഷനെ ഇപ്പോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് നിന്റെ ഒരു പ്രോബ്ലം ആണല്ലോ. അവൻ US-ലാണെന്നല്ലേ പറഞ്ഞത്? അതെ. അതിന് ഞാനൊരു വഴി കണ്ടെത്തി തരാം. എന്ത്? നിന്റെ ഇപ്പോഴത്തെ ഈ ശ്വാസമുട്ടലൊക്കെ ഒന്ന് കുറയും. നീ ഇവിടെ അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൻ അറിയണമല്ലോ. ഇപ്പൊ നീ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളും അവൻ അറിയണം. അപ്പോ പിന്നീടുണ്ടാകാവുന്ന ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുകയും ചെയ്യാം. നീ ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നറിഞ്ഞ ഹർഷൻ ഒരു പക്ഷേ 14 ദിവസമെന്നല്ല, അതിനു മുന്നേ എത്താനും മതി. ഹർഷന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നീ അവന്റെ ഫോട്ടോയും വിസയുടെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചതാ. എംബസിയിലും മറ്റും എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒന്നും അല്ലേലും ഒരു സിവിൽ സർവീസ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നോടി ഞാൻ. ഇവര് തമ്മില് ശരിക്കും എന്താ ഇടപാട്? ഹർഷൻ US-ൽ എവിടെയാണെന്നാ പറഞ്ഞത്? ന്യൂയോർക്കിലാ. അവിടെയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. തപ്പിയെടുക്കാം. അല്ല മധുശ്രീ, ഹർഷം പെട്ടെന്ന് വരുന്നത് കൊണ്ട് മധുശ്രീക്ക് എന്താ ഗുണം? ഞാൻ കുറച്ചു കാലം ഇവിടെ വിഷ്ണുവേട്ടന്റെ ഭാര്യയാണെന്ന് തെളിയിച്ചാലല്ലേ മധുശ്രീയുടെ ലക്ഷ്യം നടക്കൂ. നീ ഇവിടെ കുറച്ചേറെ കാലം തിരിഞ്ഞു കളിച്ചത് കൊണ്ട് എനിക്ക് മെച്ചമൊന്നുമില്ല. നീ തന്നെയാ വിഷ്ണുവിന്റെ ഭാര്യ എന്ന് സ്ഥാപിക്കാൻ ഒരു പെണ്ണ് മനസ്സ് വെച്ച ഒരാഴ്ച വേണ്ട, ഒരു നിമിഷം മതി. ഞാൻ അങ്ങോട്ട് നിനക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചാ ഉപകാരവും നന്ദിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായല്ലോ? എത്രയും പെട്ടെന്ന് വിഷ്ണുവിന്റെ ഭാര്യ നീ തന്നെയാണെന്ന് എല്ലാവർക്കും മുന്നിൽ സ്ഥാപിക്കണം, എല്ലാ അർത്ഥത്തിലും. സമ്മതമാണെങ്കിൽ പറയണം. മനസ്സിലായി. പക്ഷേ ഹർഷം മടങ്ങി എത്തുന്നതുവരെ മാത്രമേ ഈ നാടകം തുടരൂ. നീ എന്തൊരു മണ്ടത്തരായി പറയുന്നേ? ഹർഷൻ തിരിച്ചു വന്നാൽ പിന്നെ ഈ നാടകത്തിന് പ്രസക്തിയുണ്ടോ? പക്ഷേ അതിനുള്ളിൽ നീ
ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടത്തി തരുമെന്ന എന്റെ പ്രതീക്ഷ. അതിൽ മായം ചേർക്കരുത്. വാക്കുതാ. ദേ, നിന്റെ ഹർഷനെ എത്രയും പെട്ടെന്ന് തപ്പിപ്പിടിച്ച് തരാമെന്ന് ഉറപ്പാ ഞാൻ തന്നിരിക്കുന്നത്. അപ്പോ ഡീൽ. വിഷ്ണുവിന്റെ ഭാര്യയായി സ്ഥാപിക്കാനും ശാലിനിയെ പൊളിച്ചെടുക്കാനുള്ള ഒരവസരം പോലും ഇനി നീ പാഴാക്കരുത്. ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. എന്നാ നീ വിട്ടോ. ഞാനിവിടെ നിന്നെ ഹർഷനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഓർത്തോണം. ആ ഉപകാരസ്മരണയിൽ വേണം നീ സത്യാമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അവളുടെ ഒരു ഹർഷൻ, അവൻ ഇനി ഈ നാട് കാണില്ലടി. അമേരിക്കയിൽ തന്നെ ഒരു ഷൂട്ടൌട്ടിൽ പട്ടിയെ പോലെ വെടികൊണ്ട് ചാവും. മധുശ്രീക്ക് അവിടെയും ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. എങ്ങോട്ടാ പോണ്ടെന്ന് പറഞ്ഞില്ല. സത്യാമ്മയുടെ വീടറിയില്ലേ? അതാർക്കാ അറിയാത്തത്? അല്ല, കുഞ്ഞവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയായി സ്ഥാപിക്കാനും ശാലിനിയെ പൊളിച്ചെടുക്കാനുള്ള ഒരവസരം പോലും ഇനി നീ പാഴാക്കരുത്. കുഞ്ഞവിടുത്തെ ആരാന്നാ പറഞ്ഞേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ അവിടെ കൊണ്ട് വിട്ടാ മാത്രം മതി. ഓ, നിന്നെ ചതിക്കാൻ മനസ്സനുവദിക്കുന്നില്ല ശാലിനി. ദയവേച്ച പോലെയൊക്കെ നടക്കട്ടെ. കുഴപ്പമായാലും തിരക്കടിച്ച് കാർത്തിക ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനം മണ്ടത്തരമായെന്ന് തോന്നുന്നു. ഇവളുടെ റഡാറിൽ എന്തൊക്കെ പിടിച്ചെടുത്തിട്ടാണോ ഈ നിൽപ്പ്? ഒരു ഷേക്കാൻഡ് കൊടുക്ക്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു ജില്ലാ കളക്ടർ നേരിട്ട് പൊതുവഴിയിലിറങ്ങി അന്വേഷിക്കണമെങ്കിൽ വിഷയം ഏതായാലും നിസ്സാരമായിരിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാനിന്ന് ലെബനൻ വരെ പോയത്. പിന്നെ നിനക്കറിയേണ്ടത് ഒരു പക്ഷേ ഞാൻ സംസാരിച്ചവളെ കുറിച്ചായിരിക്കും. അവളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അവൾ എന്നോടൊരു അഡ്രസ് ചോദിച്ചു. എനിക്കത് അറിയാത്തതുകൊണ്ട് അവളെ പറഞ്ഞേക്കുകയും ചെയ്തു. അവളുടെ പേര് പോലും എനിക്കറിയില്ല. അപ്പൊ ശരി,
ഓക്കെ. അല്ല, നിനക്ക് സംശയമൊന്നുമില്ലേ? നീ ഈ സിവിൽ സർവീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നെങ്കിലും ക്രിമിനോളജിയെ പറ്റി ഒരു ചുക്കും അറിയില്ലാന്ന് തോന്നുന്നു. എത്ര സമർത്ഥനായ കുറ്റവാളിയും താൻ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന തെളിവുകൾ മറച്ചു വെച്ച ശേഷം അത് ഭദ്രമാണെന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തും. ഭംഗിയുള്ള ഒരു മൂടുപടം അതിന് മീതെ ഉണ്ടെന്ന് ഉറപ്പാക്കും. അതാ നീ ഇപ്പൊ ചെയ്തത്. എനിക്ക് മുന്നിൽ നിഷ്കളങ്ക ചമയാൻ അങ്ങ് ലെബനൻ വരെ പോയ നിനക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നീ സംസാരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മുന്നിലൊരു മൂടുപടം ഇടേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അല്ല ശാലിനി, അത് കേറിപ്പോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ ഇതിനും അപ്പുറം ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാ മധുശ്രീ. പക്ഷെ കാർത്തികയുടെ കഥയിൽ നിനക്കും ഒരു റോൾ ഉണ്ടെന്ന് മനസ്സിലായി. അതെന്താണെന്ന് ഉറപ്പിക്കുകയേ ഇനി വേണ്ടൂ. Bullshit. ഹലോ കുഞ്ഞിച്ചി, കുഞ്ഞിച്ചിയുടെ കോള് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആരെയാ? ആരെ കാണാനാ കാർത്തിക ഇത്ര തിടുക്കപ്പെട്ടു പോയത്? മധുശ്രീയെ. മധുശ്രീയെയോ? അതെ, മധുശ്രീ തന്നെ. അപ്പൊ കാർത്തികയ്ക്ക് പിന്നിൽ മധുശ്രീയാണോ? മധുശ്രീയാണോ അവളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്? അക്കാര്യം ഇപ്പോഴും ഉറപ്പിച്ചു പറയാനായിട്ടില്ല. എനിക്ക് നല്ല ബലമായ സംശയം ഉണ്ടായിരുന്നു അവള് കാർത്തിക വിഷ്ണുവേട്ടനെ മനഃപൂർവ്വം എങ്ങനെയാ മയക്കിയെടുത്തതാണെന്ന്. അവൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് കുഞ്ഞേച്ചി. അത് നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിലേ അവളുടെ കള്ളക്കളി പൊളിക്കാൻ പറ്റൂ. വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും കല്യാണം എവിടെ വെച്ച് നടന്നെന്നാ പറഞ്ഞത്? അതിരിക്കട്ടെ, എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം? മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ഏത് മഹാദേവ ക്ഷേത്രം? പാലോടുള്ള മഹാദേവ ക്ഷേത്രം. കുഞ്ഞേച്ചി, പാലോടുള്ള മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ശരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് സംശയമുണ്ടല്ലേ കുഞ്ഞേച്ചിക്ക്? എനിക്കും സംശയമുണ്ട് അവര് കള്ളം പറയുന്നതാണോന്ന്. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് കള്ളി പൊളിക്കണം. നമുക്ക് നോക്കാം. വിളിക്കണേ കുഞ്ഞേച്ചി. മധുശ്രീയോ? രാമേട്ടാ, ഒന്ന് പെട്ടെന്ന് പോണം. ശരി മേഡം. ഭഗവാനെ, വിഷ്ണുവേട്ടൻ്റെയും കാർത്തികയുടെയും കാര്യത്തിലുള്ള സത്യങ്ങൾ കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ.
തിരുമേനി ആ തിരുമേനി ഞാൻ ഓ കളക്ടർ മാഡമാണോ? ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, എന്തോ വിവരം അറിയാനുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിൽക്കാമെങ്കിൽ. ഓ അതിനെന്താ, കുറച്ച് ഒഴിവുള്ള സമയമാ. ആ അങ്ങോട്ട് എത്തിക്കാമോ? തിരുമേനി എനിക്കറിയേണ്ടത് ഇക്കഴിഞ്ഞ നവംബർ 9 ഈ ക്ഷേത്രത്തിൽ നടന്ന വിവാഹങ്ങളെ കുറിച്ചാ. നവംബർ 9 അതെ, നവംബർ 9 ശനിയാഴ്ച. അന്ന് വിവാഹങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ ഈ ക്ഷേത്രത്തില്. ഒരുപക്ഷെ തിരുമേനിക്ക് ഓർമ്മയില്ലാത്തതാണെങ്കിലോ, അതല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയത്. ഓർമ്മ ഈ പ്രായത്തിൽ നല്ല കൃത്യാണേ. നവംബർ 9 എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ തിരുവോണമാണ്. ശ്രീ പത്മനാഭന്റെ അൽപ്പശി ആറാട്ട്. അന്ന് ഈ ക്ഷേത്രത്തിൽ ചില ശനിദോഷ പരിഹാര പൂജകൾ അതൊഴികെ വേറൊന്നും നടന്നിട്ടില്ല. ഇതത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല, എന്നാലും ഒരിടത്തും എന്റെ കണ്ണെത്താതെ ഒരു കാര്യം നടക്കുകയുമില്ല.